അരുൺ അമൃതനാഥ് കൂടി വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. അരുൺ, കുറച്ചുകൂടി സാങ്കേതികമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാവേണ്ടിയിരിക്കുന്നു. അവിടെ രണ്ടുപേരെ കാണാതായിട്ടുള്ള സ്ഥലമാണെന്നുള്ള വിവരം ലഭ്യമാവുന്നുണ്ട്. 2 തവണ സിഗ്നൽ ലഭിച്ചു എന്നറിയുന്നു. വീണ്ടും പരിശോധന നടത്താൻ പോവുകയാണെന്ന് അറിയുന്നു. അങ്ങനെയുള്ള സാങ്കേതികപരമായിട്ടുള്ള വിവരങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ? ഇപ്പോ ഇദ്ദേഹത്തിന്റെ പ്രതികരണം അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഗോകുലും വ്യക്തമാക്കിയത്. ഒരു ശ്വാസം നമുക്ക് ലഭിച്ചതായി അതിന്റെ സിഗ്നലിൽ വ്യക്തമാകുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ്. ഈ ഒരു പ്രദേശത്ത് അക്ഷയ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകളെ കാണാതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൽ അദ്ദേഹം പറയുന്ന അവരുടെ അനുമാനങ്ങളും നിഗമനങ്ങളും മാത്രമേ നമുക്ക് ഈ മണിക്കൂറിൽ പങ്കുവെക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. അതനുസരിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഞാനും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് ഈ ഒരു എയർ ഹോൾ ഉണ്ട് ആ മേഖലയിൽ, ഈ അടുക്കള ഭാഗത്ത് നിന്ന് കരുതുന്ന ഒരു മേഖലയിൽ അവിടെ ഒരാളുണ്ടെങ്കിൽ അങ്ങനെ ഒരു അതിജീവന എയർ ഹോൾ ഉള്ളതിനാൽ തന്നെ ഒരു അതിജീവനത്തിന് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു വെക്കുക മാത്രമാണ്. ഒരുപക്ഷെ ഈ സിഗ്നലിലെ നമുക്കറിയാം യന്ത്രങ്ങളിലെ പല കാര്യങ്ങളും തെറ്റായൊക്കെ ഡിറ്റക്ട് ചെയ്യാവുന്ന ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അപ്പോൾ നിലവിൽ നമുക്ക് ലഭിച്ച സിഗ്നലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു തിരച്ചിൽ നടക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു മേഖലയിൽ ഉൾപ്പെടെ ആളുകളെ കാണാതായിട്ടുണ്ട്. അതായത് ഈ ഒരു മേഖലയെ കുറിച്ച് ഞാൻ പറയാം. ഈ മുകൾ ഭാഗത്തിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞ് ഒഴുകി പോയിട്ടുള്ള ഒരു മേഖലയാണിത്. ഈ ഭാഗത്തിലെ ഒരുപാട് വീടുകൾ തകർന്നുണ്ട്. ഇവിടെ നിന്നാണ് മുണ്ടക്ക് മുതൽ ചൂരൽമല വരെയുള്ള ഒരു ഭാഗം, ആ ഭാഗത്തിലേക്കുള്ള അങ്ങനെ മണ്ണ് ഇടിഞ്ഞു പോയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. അതിന് അരികിലായുള്ള കെട്ടിടമാണിത്. കെട്ടിടം ഇപ്പോഴും നിലം പതിക്കാനുള്ള ഒരു സാധ്യതയിൽ തന്നെ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ആ കെട്ടിടം ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ഈ പകുതി ചരിഞ്ഞു കിടക്കുന്ന ഒരു നിലയിൽ കൂടിയാണ്. അപ്പോൾ ഈ ഒരു സിഗ്നലിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന തിരച്ചിൽ ഊർജിതമാക്കുക എന്നുള്ളത് മാത്രമാണ് നിലവിൽ ചെയ്യാനുള്ളത്. എന്തെല്ലാം കാര്യങ്ങളാണ് സിഗ്നലിൽ അവർക്ക് ലഭിക്കുന്ന അനുമാനങ്ങൾ എന്നുള്ളത് അവർ വ്യക്തമാക്കി കഴിഞ്ഞു. അത് ചിലപ്പോൾ തെറ്റുമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. നിലവിൽ സാധ്യതകളുണ്ട്. എന്നാലും ആ സിഗ്നൽ ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നു. സിഗ്നൽ ലഭിച്ചത് ഇത്രയാണ്. ശ്വാസമാണ് ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത്. നീല സിഗ്നൽ ആണ് അവരുടെ ഡിവൈസ് പ്രകാരം, ഈ റഡാർ പ്രകാരം അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഒരുപക്ഷെ മനുഷ്യന്റേത് ആകണമെന്നില്ല എന്നുള്ളൊരു സാധ്യത കൂടെ അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്നാലും ആ സിഗ്നൽ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. അക്ഷയ, അരുണും ഗോകുലും ആവർത്തിച്ച് പറയുന്നുണ്ട് അത് തെറ്റാകാനുള്ള സാധ്യത. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അതിങ്ങനെ വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അത് തെറ്റാകാനുള്ള സാധ്യതയുണ്ട് ആ സിഗ്നൽ. എങ്കിലും അത് ശരിയെന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെന്ന് പറയുന്നു. പക്ഷേ ഈ നിമിഷം നമ്മൾ ആ ഒരു സാധ്യത, അതായത് തെറ്റാകാനുള്ള സാധ്യത അവിടെ പൂർണ്ണമായി മാറ്റിവെച്ച് പ്രതീക്ഷയോടെ തന്നെ ഈ നിമിഷത്തിൽ ആ തെരച്ചിലിനെ നോക്കിക്കാണുകയാണ്. ഗോകുലിലേക്ക് കൂടിയാണ് പോവുകയാണ്. ഗോകുൽ, ഇപ്പോൾ എങ്ങനെയാണ് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ നടക്കുന്നത്? അങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നതെന്ന് മനസ്സിലാകുന്നു. എങ്ങനെയാണ് ഈ ദൗത്യം ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്? മണ്ണുമാന്തി യന്ത്രം ഉപയോഗിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരിക്കൽ കൂടി പരിശോധന നടത്തും. പിന്നെ എന്തൊക്കെ സംവിധാനങ്ങൾ, അടുത്ത നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ വീണ്ടും ആദ്യം പരിശോധന നടത്തിയ സ്ഥലത്തേക്ക് വീണ്ടും റഡാർ സംവിധാനങ്ങൾ വെച്ച് പരിശോധന നടത്താനുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വെച്ച് വീണ്ടും പരിശോധന നടത്തി സിഗ്നൽ ശേഖരിക്കും. അതിനുശേഷം വീണ്ടും ആ സ്ഥലത്ത് കുഴിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ മണ്ണ് നീക്കിക്കൊണ്ടുള്ള പരിശോധന നടത്തുമെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നേരത്തെ എക്സ്കവേറ്റർ വെച്ച് മണ്ണ് മാറ്റുകയുണ്ടായിരുന്നു. പക്ഷേ ഈ അധികം ഇത്തരത്തിൽ മാറ്റുന്നത് ഒരുപക്ഷെ അപകടമാണ്. സ്വാഭാവികമായും അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഇത്തരത്തിൽ സിഗ്നൽ കിട്ടിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപക്ഷെ ജീവനുണ്ട് ഉള്ള ഒരാളാണെങ്കിൽ അത്തരത്തിൽ പരിശോധന നടക്കുമ്പോൾ അത് കൂടുതൽ അപകടം ഉണ്ടാക്കും. അതുകൊണ്ടാണ് ആ പരിശോധന മണ്ണ് JCB ഉപയോഗിച്ച് മാറ്റിക്കൊണ്ടുള്ള ഒരു പരിശോധന നിർത്തി അതിനുശേഷം വീണ്ടും ഈ സിഗ്നൽ പരിശോധിച്ചതിന് ശേഷം തിരച്ചിൽ പുനരാരംഭിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ആ ഒരു നടപടികൾ ഇപ്പോൾ ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന് സമീപമുള്ള സ്ഥലത്തുകൂടി സുരക്ഷാ ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ ആർമിയും തിരച്ചിൽ നടത്തുകയാണ്. സിഗ്നൽ കിട്ടിയതിന്റെ ഏകദേശം ഒരു 5 മീറ്റർ പരിധിയിൽ കുറച്ച് ചാലുകളും അതോടൊപ്പം തന്നെ മാൻഹോളുകളൊക്കെ ഉണ്ട്. ആ ഭാഗങ്ങൾ ഒന്ന് ആർമിയിലെ ഉദ്യോഗസ്ഥർ മറ്റു ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വൃത്തിയാക്കി ആ ഭാഗത്തുകൂടി ആ മേഖലയിൽ കൂടി പരിശോധന നടത്തുകയാണ്. ഗോകുലും അരുൺ അമൃതനാഥുമാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും കടയും വീടും ചേർന്നിട്ടൊരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിന് സമീപത്തായിട്ടാണ് ഇപ്പോൾ ഒരു ജീവന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ആ സിഗ്നൽ അതൊരു പ്രതീക്ഷയുടെ സിഗ്നൽ തന്നെയാണ്. ഈ 4ാം നാൾ ഈ മഹാദുരന്തം നടന്ന് 338 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുള്ള, ഇനിയും 200 പേർ കാണാമറയത്തുള്ള ആ ദുരന്തത്തിന്റെ ബാക്കിയാണ് നമ്മൾ ഈ കാണുന്നതൊക്കെയും. അതിനിടയിലാണ് പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത, ഒരു വിവരം, ഒരു സിഗ്നൽ നമുക്ക് മുണ്ടക്കൈയിൽ നിന്ന് ലഭ്യമാവുന്നത്. മുണ്ടക്കൈയുടെ ടോപ്പിൽ അവിടെയാണ് ഇപ്പോൾ
തെരച്ചിൽ നടക്കുന്നത്. 2 തവണ റഡാർ സിഗ്നൽ പതിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തവണ കൂടി അവിടെ പരിശോധന നടക്കുകയാണ്. അവിടെ ഇപ്പോൾ എവിടെയോ ആയിട്ടൊരു ജീവന്റെ സാന്നിധ്യം ഉണ്ടെന്ന തരത്തിലുള്ള വിവരങ്ങൾ വരികയാണ്. ശ്വാസമാണ്, അതായത് ശ്വാസം ഉണ്ടാകുന്നു, ശ്വാസം എടുക്കുന്നു എന്നുള്ളതാണ്, ആ തരത്തിലുള്ള സിഗ്നലാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ഉദ്യോഗസ്ഥർക്ക്. അതനുസരിച്ചുള്ള പരിശോധന ഇതാ നേരത്തെ നമ്മൾ ദൃശ്യം കാണുമ്പോൾ അവിടെ കുറച്ച് ഉദ്യോഗസ്ഥർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ആ വലിയ തോതിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ തെരച്ചിൽ പൂർത്തിയാക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.